ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് എങ്ങനെ കുറക്കാമെന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിൽ പലരും ഈ പ്രശ്നം നേരിടുന്നവരാണല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു കേട്ടോ ഞാനും തന്നെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഫോണിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളൊരിത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലേ. ഫോണ്, കമ്പ്യൂട്ടർ, ലാപ്പ് തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഓരോ ദിവസം പോയിട്ട് മണിക്കൂർ പോലും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല അല്ലേ. കാരണം നമ്മളിൽ പലരും ചിലരൊക്കെ രാവിലെ, ഞാനൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ, രാവിലെ എണീറ്റ ഉടനെ ആദ്യം നോക്കുന്നത് ഫോണ് നോക്കിയിട്ടാണ് എണീക്കുക. അങ്ങനെ ഓരോ കാര്യത്തിലും എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലൊക്കെ ഫോണൊന്ന് നോക്കും. അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ ഈ ലോകത്ത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫോണൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, മക്കളുള്ള ഉമ്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലത്തെ ഓരോ ഗ്രൂപ്പ്, മദ്രസത്തെ ഗ്രൂപ്പ്, അങ്ങനെ ഓരോ ഗ്രൂപ്പുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരാവശ്യങ്ങളുണ്ടാവും. അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഫോണിൻ്റെ ഉപയോഗം അത് അനിവാര്യ ഘട്ടമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ നമ്മൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും തീരെ നടക്കണില്ല. നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് ഈ കാര്യം തുടങ്ങണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഓരോ ദിവസവും. പക്ഷെ ഒന്നും നടക്കില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗം, അതിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സമയത്തെ, കഴിവിനെയൊക്കെ ഇല്ലാതാക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ചെയ്യണത്. അപ്പോൾ പ്രൊഡക്റ്റീവായി എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒന്നാണ് അറിയോ, നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഫസ്റ്റ് പോയിൻ്റാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെ ആവശ്യങ്ങളും എല്ലാവരുടെ ഉപയോഗങ്ങളും ഡിജിറ്റൽ ഉപയോഗങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ നല്ല രീതിയിലാക്കണം എന്ന് നമ്മൾ ഓരോ ദിവസം തുടങ്ങുമ്പോഴും വിചാരിക്കണം. ഇന്ന് ഈ രാവിലെ നമ്മൾ ഫോൺ എടുക്കണില്ല, ഈ സമയം നമുക്ക് ആവശ്യമില്ലാത്ത സമയമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ത്വരിതപ്പെടുത്തണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം അറിയണത്, ഓരോ ദിവസം ചെയ്യേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് ആ ദിവസം പ്രവർത്തിക്കുക എന്നതുള്ളതാണ്.
അപ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ തലേന്ന് നമുക്ക് ഓരോ പ്ലാനിങ് ഉണ്ടാവില്ലേ. പ്ലാനിങ് നല്ലതാണ് കേട്ടോ. അതിനെ കുറിച്ചൊക്കെ ആയിട്ട് ഇനി വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ് നമ്മൾ ജീവിതത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കണം നല്ലതാണ്. പക്ഷെ ചിലർ പറയും എൻ്റെ ജീവിതത്തിൽ പ്ലാനിങ് ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ പ്ലാനിങ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതാക്കിയാൽ തവക്കൽത്തു അലല്ല, അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ബുക്കിൽ എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കിടക്കണീൻ്റെ മുമ്പായിട്ട് ഇന്നത്തെ ഈ ദിവസം ഈ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു തീർത്തോന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ 500 സ്വലാത്ത് ചെല്ലാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കരുതിച്ച് നമ്മൾ ആ ബുക്കിൽ എഴുതി വെച്ചു, ഇന്ന് ഞാൻ 500 സ്വലാത്ത് ചൊല്ലി തീർക്കുമെന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ ഫോണിൻ്റെ ഉപയോഗം കുറവാക്കിയിട്ട് നമ്മൾ അപ്പോൾ സ്വലാത്ത് ചൊല്ലുമല്ലോ, അങ്ങനെ ചൊല്ലിയാൽ ആ ബുക്കിൽ ടിക്ക് ചെയ്യുക. ചെയ്ത് തീർത്താൽ ടിക്ക് ചെയ്യുക. അത് നമ്മൾ ഉറപ്പ് വരുത്തണം നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട്. അങ്ങനെ ഓരോ ദിവസം ചെയ്ത് നോക്കി നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നല്ലൊരു മാറ്റം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് പറയണത്, നാം തിരഞ്ഞെടുത്ത കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മളൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വിചാരിച്ചിരിക്കണോ, ഈ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം, അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ അങ്ങനെ നമ്മൾ 1 അവർ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, ആ സമയത്തൊക്കെ വെറുതെ ഫോണിൽ ഓരോ റീൽസ്, ഇൻസ്റ്റയിലത്തെ ഓരോ റീൽസ്, ഷോർട്ട് വീഡിയോസ് അങ്ങനെയൊക്കെ ഓരോന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അതിന് ഉപരി നല്ലൊരു മാർഗ്ഗമായിട്ടാണ്. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അത് വളരെ ഒരു മഹത്വമുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ കരുതിയിട്ടാണ് ഒരു ലക്ഷ്യസ്ഥാനം, ഒരു ലക്ഷ്യം വിചാരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണത്. കാരണം എൻ്റെ വീഡിയോ കാണൂല്ലേന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ആകെ 1-2 ആൾക്കാർ ഒരു വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും വേണ്ടില്ല, അൽഹംദുലില്ലാ. കാരണം നമ്മൾ ആ സമയത്ത് സീരിയലും സിനിമയൊക്കെ കാണുന്ന ടൈമിൽ കാരണം മറ്റുള്ളവർക്കൊരു പ്രയോജനമായിക്കോട്ടെ എഴുതിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.